ഗൈസ്, ഇന്ന് നമ്മളുള്ളത് പാണ്ടിക്കുഴിയിലാണ്. കുമളിയിൽ 6 മൈലിനടുത്തുള്ള സ്ഥലമാണ് പാണ്ടിക്കുഴി. കട്ടപ്പനയിൽ നിന്നും കുമളിയിൽ നിന്നും നമുക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കാണാം കേട്ടോ. നമ്മളെല്ലാവരും ഉണ്ട്. കാരണം വന്നേ നമ്മളിവിടെ പാർക്ക് ചെയ്തു. ജീപ്പിനാണ് യൂഷ്വലി ഇങ്ങോട്ട് വരാം. അപ്പോൾ താഴെ കുറച്ച് ഓഫ് റോഡാണ്. ഇവിടെ നിന്ന് നമുക്ക് തമിഴ്നാട് കാണാൻ പറ്റും കേട്ടോ. നോക്കാം. ഒത്തിരി ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ജീപ്പ് സഫാരി എടുത്ത് വന്നേക്കുന്നതാണേ. നമ്മള് അയ്യോ ഞാമിയൊക്കെ ഇറങ്ങി. ഇത് വേണ്ട, നമുക്ക് തമിഴ്നാടിൽ നിന്നാണ്. ആ മരത്തിൽ ഞാൻ നിൽക്കാം. എനിക്ക് സൂപ്പർ ആയിരിക്കും. കണ്ടോ, നല്ല വ്യൂ ഉണ്ട് കേട്ടോ അവിടെ. ഫുള്ള് നമുക്ക് തമിഴ്നാട് ഫുള്ള് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം അതിന്റെ ഒരു ഭംഗിയാണ്. ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാവേ. അതിന്റെ കണ്ടിട്ടുണ്ടോ ഇവിടെ? ഇവിടെ ഫുള്ള് കൃഷിഭൂമിയാ. കുറച്ച് മഞ്ഞൊക്കെ ഉള്ളപ്പോ ആണെങ്കിൽ നല്ല രസമായിരിക്കും. പക്ഷെ മഞ്ഞാണെങ്കിൽ നമുക്ക് ഇത്രയും വ്യൂ കിട്ടത്തില്ല. ഞാൻ കുറച്ചുകൂടെ ഇറങ്ങി ചെന്ന് കാണിച്ചു തരാം കേട്ടോ. ആവി, അത് ഏത് സ്ഥലവാ? ആവി കമ്പാണോ? അത് കമ്പാന്നാണ് പറയുന്നത് ഗൈസ്. ആയിരിക്കും, നമുക്ക് അസ്യൂം ചെയ്യാം. സോ കുറച്ച് ആവിച്ചാട്ടായിട്ട് എവിടെ നിക്കാം? നമുക്കരല് നിക്കത്തിനകത്ത്. നമ്മളങ്ങനെ പോയി നിന്നാ ആവി നമ്മളെ ചീത്ത പറയും കേട്ടോ. അല്ല, ഇത് ശരിക്കും പണ്ട് കടലായിരുന്നു. കടല് മാറി കുറെ കാലം അത് വലിഞ്ഞു പോയിട്ടാണ് ഈ തമിഴ്നാടൊക്കെ കടന്ന പോലെ. ഈ സൈഡിലോട്ടൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങി നോക്കിയാൽ കാണാം, ഇങ്ങനെ ഈ കടലടിക്കുമ്പോൾ ഉള്ള കുറച്ച് പാടുകളില്ലേ, ഇങ്ങനെ തിരമാല ഇങ്ങനെ അടിക്കി അങ്ങനെ വരുന്നു. ആ സാധനം ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ആ സൈഡിലെല്ലാം ഉണ്ട്. ഓക്കെ, ഇത് ഇതുണ്ട്. ഈ കാണുന്നൊക്കെ മറ്റേ വടത്തോട്ടാണ് കാണുന്നത്. പക്ഷെ ഇവിടെ ഈ മറ്റേ ഒരുമാതിരി പല കളറിൽ ഇങ്ങനെ. പക്ഷെ നല്ല രസമില്ലേ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ? അവരുടെ സ്ഥലം അങ്ങനെ കറക്റ്റ് നിരപ്പല്ലേ, അവർക്ക് അതുകൊണ്ട് കറക്റ്റ് അളന്നളന്നു. നമ്മുടെ ഇവിടുത്തെ പോലെ ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ കോണ് അങ്ങനെയല്ലല്ലോ. തമിഴ്നാട് മൊത്തം. ഓരോരുത്തരുടെ സ്ഥലമായിരിക്കും. രാമക്കൽമേട് അപ്പൊ ഏത് സൈഡിലാ? രാമക്കൽമേട് ഈ സൈഡ് തന്നെ, കുറച്ചുകൂടെ അപ്പുറത്തേക്ക്. അവിടെ ആണോ ചെല്ലാർക്കോവില്? കേറണം, കുറെ നടക്കണം, കുറച്ചു ദൂരം ഉണ്ട്. ആ മലയാണ് ചെല്ലാർക്കോവിലോ അല്ലേ? ആ മല നിന്നാലും നമുക്ക് ഈ ഒരു വ്യൂ ആയിരിക്കും കിട്ടണേ. അത് കമ്പാണോ? അത് കമ്പം. അപ്പുറത്തത് തേനി. അല്ലല്ല, ഈ കാണുന്ന ഗൂഡല്ലൂര്. ഓ, അത് കമ്പം, ഇത് ഗൂഡല്ലൂര് കേട്ടോ. ആദ്യം പറഞ്ഞ മാറി. അപ്പൊ ഈ കുഞ്ഞു സ്ഥലോ? ഓ, ഇത് ലോവർ ക്യാമ്പ്. നമ്മള് തേക്കടിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ആദ്യം എത്തുന്ന സിറ്റി. ഇങ്ങനെ നേരെയുള്ള വഴിയുണ്ടോ? അവിടെ കൂടി റോഡുണ്ട്, കാണാൻ പറ്റുമോന്ന് എനിക്ക് അറിയത്തില്ല. ആ ദൂരെ തെളിഞ്ഞു നിൽക്കുന്നില്ലേ, ആ മലയാണ് മംഗളാദേവി. ഈ കാണുന്ന മല. ഇവിടുത്തെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഈ സൈഡിലെ മലകൾ മുഴുവൻ കേരളത്തിന്റെയും ആ കാണുന്ന മലകൾ മുഴുവൻ തമിഴ്നാടിന്റെയാണ്. ഏത് സൈഡിലെ മൊത്തം കേരളം? ഈ കാണുന്ന മലകൾ ഈ സൈഡ് ഫുള്ള് നമ്മുടെ കേരളത്തിന്റെയും, ആ കാണുന്ന മൊത്തം തമിഴ്നാടിന്റെ മലകളാണ്. ഓ, ഈ മംഗളാദേവി ഒക്കെ തമിഴ്നാടിന്റെ ആണോ? അല്ല, തമിഴ്നാടിന്റെ ഭാഗമായിട്ട് വരും. അതായത് നമ്മുടെ ബോർഡർ പോലെയാണ്. മലയുടെ മണ്ട വരെ കട. അവളെതിലേ പോകുന്നെന്ന് വെച്ചാ ഓപ്പോസിറ്റ് വഴി നോക്കുവോ? പക്ഷെ ഇവിടെ ക്യാമ്പ് ചെയ്ത് നല്ലായിരിക്കുമല്ലോ. ഓ, രാവിലെ നല്ല സീനറി ആയിരിക്കും ഇവിടെ ക്യാമ്പ് ചെയ്ത. തോന്നുന്നുണ്ടോ? നമ്മൾ അന്ന് മറ്റേ അവിടെ കയറിയപ്പോ നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ. നല്ല തെളിച്ചായിട്ട് കാണത്തില്ല. അപ്പൊ റീൽ എടുത്താലും നല്ലതായിരുന്നു. എന്തിനു കളിക്കുന്നുണ്ടോ? എന്താ കിട്ടണേന്ന് വെച്ചാൽ അതെടുക്കാം. ഞാൻ ഇതിലെ ഓഫ് റോഡ് ജീപ്പിൽ കൊണ്ടുവിടുന്നതാണ്. അപ്പം നമ്മൾ വണ്ടി മേളിൽ പാർക്ക് ചെയ്തു. ജസ്റ്റ് ഒരു ചെറിയ സ്ഥലത്തിൻ്റെ ഡിഫറൻസ്. ഇവിടെയൊക്കെ കരിക്കും, കാട് കത്തിക്കുവേ. കാട്ടുതീ പടരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഇങ്ങനെ. നമ്മളിപ്പോൾ കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ പൈൻ ഫോറസ്റ്റ് ഒക്കെ കത്തി കിടക്കുന്ന കാണുന്നില്ല, അത് നാച്ചുറലായിട്ട് വരുന്ന. അപ്പം അങ്ങനെ വന്ന് കാട് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി